മരണമണി മുഴക്കിക്കൊണ്ട് മലക്ക് വരുമ്പോൾ അന്ന് പെരിയവനെ തുണച്ചിടണേ റൂഹ് പിരിയുമ്പോൾ. മരണം ഖബർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സിമ്പിളാണ്. പക്ഷെ അള്ളാഹു തആല നമ്മളൊക്കെ അത് സിമ്പിൾ ആക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. അള്ളാഹിനോട് പറയാനേ ഞങ്ങൾക്ക് വഴി അള്ളാഹു തആലയുടെ ഔദാര്യം കൊണ്ട് നൽകണം. അസ്സലാമു അലൈക്കും. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിലെ വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മരണം അതെത്രത്തോളം ഭയാനകമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പാടിപ്പറയലാണ് ഇവിടെ ആദ്യം കാണിക്കുവാനുള്ളത്. അതിൽ അദ്ദേഹം മരണമെന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ അത് എത്രത്തോളം നാം നമ്മുടെ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നമുക്കൊരു ഗാനം കൂടി ഇവിടെ കേൾപ്പിക്കുവാനുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് വൈരുദ്ധ്യമായിക്കൊണ്ടുള്ള ഒരു ഗാനം തന്നെയാണ് കേൾപ്പിക്കുവാനുള്ളത്. ഇദ്ദേഹം ആലപിച്ച ആ ഗാനം ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിയൊന്ന് കേൾക്കാം. ശ്രദ്ധിക്കുക. അതിലെ വരികൾ, അതിലെ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കേട്ടുവരാം. ഇരുളും മുറ്റും ഖബർ, കരൾ പൊട്ടും സുബർ, കണ്ടാൽ ഞെട്ടും ശരി അവിടെ നിൽക്കാൻ വെറി. ആരുമില്ല മണ്ണിൽ കൂട്ട്, ഇരുളിന് സ്വന്തം വീട്, ആശ്രയം അല്ലാഹ് മാത്രം, ആശ്വാസം ധരില്ല മിത്രം. വരുമേ മരണം തീർച്ച, പറഞ്ഞ ഓർത്താൽ രക്ഷ, അല്ലെങ്കിലോ ശിക്ഷ, അറിയൂ ഈ അപേക്ഷ. കാല് തമ്മിൽ കൂട്ടിക്കെട്ടി, വായി തമ്മിൽ പൂട്ടിക്കെട്ടി, മൂവരും താഴ്ത്തിടുമേ, മീതക്കല്ല് വെച്ചിടുമേ. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാവാതെ നാം കിടക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. കഫം പുടവക്ക് കീശയില്ല, ഖബറിനുള്ളിൽ മേശയില്ല. മുൻകർ നകീർ മാലാഖമാർ കൈക്കൂലി വാങ്ങാൻ നിൽക്കുകയില്ല. അല്ലാഹ് കാണേണ്ട നിന്റെ മൊഞ്ച്, ആ നോട്ടം എപ്പോഴും നിന്റെ നെഞ്ച്. നന്നായിക്കോളി. അത് തന്നെയാണ് പറയാനുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് അദ്ദേഹം പറയുന്നുണ്ട്, വിയോജിപ്പുള്ളത് കാരണം കാണിക്കുന്നില്ല. പറഞ്ഞത് അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വിശദീകരിക്കുക. രണ്ടാമത്തെ ഗാനത്തിൽ വരാനുള്ളത് എന്താണെന്നുള്ളത് കേൾപ്പിക്കുക. ഇവിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ദീർഘിപ്പിക്കുന്നില്ല, ടൈം കളയുന്നില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു, കഫം പുടവയ്ക്ക് കീശയില്ല, ഖബറിൽ മേശയില്ല, അതുപോലെ തന്നെ മലക്കുകൾ കൈക്കൂലി വാങ്ങില്ല, അള്ളാഹ്ക്ക് നിൻ്റെ മൊഞ്ചും വേണ്ട. അള്ളാഹ് നോക്ക് നമ്മുടെ മുഖത്തേക്കോ ശരീര സൗന്ദര്യത്തിലേക്കോ ഒന്നുമല്ല. അള്ളാഹ് ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അള്ളാഹ്ക്ക് നമ്മുടെ മൊഞ്ച് വേണ്ട എന്നൊക്കെയുള്ള അർത്ഥവത്തായ വാക്കുകളും വരികളും തന്നെയാണ്. നേരത്തെ പറഞ്ഞത് അതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. ഇനി പ്രിയമുള്ളവരെ, ഇതിന് വൈരുദ്ധ്യമായിക്കൊണ്ട് മറ്റൊരു ഗാനം കേൾക്കാനുണ്ട്. അതോടൊപ്പം ഇതിനെക്കുറിച്ച് തന്നെ പറയാനുള്ള 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ പാട്ട് കൂടി കേട്ടിട്ട് പറയാം. രണ്ട് പാട്ടുകൾ, 2 പാടിപ്പറയലുകൾ നമ്മൾ കേട്ടു. ഒന്ന്, മരണമെന്ന ആ യാഥാർത്ഥ്യം അതെത്ര സീരിയസ് ആണ്, അതിനെ നാം
എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അതിനെങ്ങനെയാണ് നാം കാത്തിരിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വരികളിൽ ഉണ്ടെന്ന് പറഞ്ഞു. സാധാരണ മുസ്ലിയാക്കന്മാർ വയല് പറയുമ്പോൾ മരണം, ഖബറ് എന്നുള്ള ആ വിഷയമൊക്കെ പറയൽ പിരിവ്, ബക്കറ്റ് കളക്ഷൻ വരിക അല്ലെങ്കിൽ ലേലം വിളി വരുന്ന സമയത്തൊക്കെയാണ് മരണം, ഖബറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു രൂപത്തിലേക്ക് എത്തിക്കാറുള്ളത്. എന്നാൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും അദാബുകളെക്കുറിച്ചും ഒരുപാട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഉമ്മത്തിനെ മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പൗരോഹിത്യത്തിനിടയിൽ, ആ പൗരോഹിത്യത്തിനിടയിൽ നിന്ന് തന്നെയുള്ള ആളുകൾ, രണ്ട് കൂട്ടർ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത്. ഒന്ന്, മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണം ഇത്രയും വലിയ സീരിയസ് ആയ ഒരു കാര്യമാണെങ്കിൽ ആ മരിച്ചുപോയ മടവൂരിനെയാണ് ഇവിടെ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, വിളിച്ച് തേടുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. ഒരു വിഭാഗം ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചവരെ വിളിക്കാമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവർ തന്നെ അവരുടെ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പിരിവിൻ്റെയൊക്കെ ഭാഗം എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ വരുമ്പോൾ മരണത്തെക്കുറിച്ച് കഫം പുടയ്ക്ക് കീശല്ല, ഖബറിൽ മേശല്ല, അത് മടവൂരിനും അങ്ങനെ തന്നെയാണ്. മൻസൂറിന് അങ്ങനെയാണെങ്കിൽ മടവൂരിനും അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ല. മൻസൂറും മടവൂരും അതുപോലെ തന്നെ ഏത് ശുജായി ആണെങ്കിലും ഏത് ഗോച്ചറായി ആണെങ്കിലും ഒക്കെ അള്ളാൻ്റെ അടിമകളല്ലേ. അവർക്ക് അള്ളാഹു എല്ലാവർക്കും ഒരേ ഇതാണ്. പിന്നെ ഖബറിൽ ശിക്ഷ, ഇളവ് അല്ലെങ്കിൽ ഇല്ലായ്മ അത് മറ്റൊരു കാര്യം. എന്നാൽ ആ ഖബറിൽ കിടക്കുന്ന മയ്യത്ത് അത് ആര് തന്നെയാണെങ്കിലും ഇവിടുന്ന് വിളിച്ച് തേടിയാൽ കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല. പിന്നെ എന്തിനാണ് ഈ തലയക്കെട്ടന്മാർ ഈ പാഴ്വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിന്തിക്കുക. അതിനുവേണ്ടിയായിരുന്നു ഈ പാടിപ്പറയൽ. എൻ്റെ വീഡിയോകൾ ഇപ്പോൾ പെട്ടെന്നുള്ള വീഡിയോകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ചിലപ്പം വല്ലതുമൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.